ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ചാപ്റ്റർ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിലെ സ്റ്റെപ്പുകളായിരുന്നു പറഞ്ഞിരുന്നത്. സെലക്ഷൻ പ്രോസസ്സിലെ ആ സ്റ്റെപ്പുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതുവരെയുള്ള ക്ലാസ്സുകളൊന്നും കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കാണാത്ത ആളുകൾക്ക് അവിടെ പോയിട്ടത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പോർഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ നോക്കാം. ആദ്യമായി ടൈപ്സ് ഓഫ് ടെസ്റ്റ്, ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ആൻഡ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ സെലക്ഷൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ ആ സ്റ്റെപ്പുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ ഇതെല്ലാം ആക്ച്വലി അതിൽ വരുന്ന ഓരോ സ്റ്റേജുകളാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും അത് ചേർത്തിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് ടെസ്റ്റുകളിലേക്ക് പോവാം. എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എന്താണ് ഒരു എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് എന്നുള്ളത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ആഫ്റ്റർ പ്രിലിമിനറി ഇൻ്റർവ്യൂ കാൻഡിഡേറ്റിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. പ്രിലിമിനറി ഇൻ്റർവ്യൂവിന് ശേഷം അദ്ദേഹത്തോട് നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത്, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി. ആ ജോബിന് ആ കാൻഡിഡേറ്റ് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ടെസ്റ്റ് നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുവഴി അദ്ദേഹത്തിൻ്റെ കാപ്പബിലിറ്റീസ്, നോളജ്, ഇൻട്രസ്റ്റ്, സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ് ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഒരു ടെസ്റ്റിലേക്ക് പോകുന്ന ഒരു ആവശ്യം വരുന്നത് ആപ്ലിക്കൻസ് ഒരുപാട് ഉണ്ടാകുന്ന സമയത്താണ്, അല്ലേ? അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു ഉദ്ദേശം, ഈ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നതിൽ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ആളുകൾക്ക് അവരുടെ പേഴ്സണൽ ബയാസ് അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണാണ്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട്, സ്റ്റെപ്പായിട്ട്. പക്ഷേ ഇനി ഞാനത് കൂടുതൽ പറയുന്നില്ല. നമുക്കിനി ആ ടെസ്റ്റുകളുടെ ടൈപ്പ് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഇതാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്, ടൈപ്സ് ഓഫ് ടെസ്റ്റ്. പ്രധാനമായിട്ടും 5 ടൈപ്പ് ടെസ്റ്റുകളാണുള്ളത്. അതിലൊന്ന് ഇൻ്റലിജൻസ് ടെസ്റ്റ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ട്രേഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഈ 5 ടെസ്റ്റുകളാണുള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ച് വിശദമായിട്ട് ഓരോ ടെസ്റ്റുകളും നോക്കാം. അപ്പോൾ ഇതിലാദ്യം നമുക്ക് ഇൻ്റലിജൻസ് ടെസ്റ്റ് നോക്കാം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, an intelligence test measures the overall intellectual activities of the candidate. ഒരു കാൻഡിഡേറ്റിൻ്റെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസാണ് അവിടെ, അത് ഓവറോൾ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസാണ് ഈ ടെസ്റ്റ് മെഷർ ചെയ്യുന്നത്. ഒരു കാൻഡിഡേറ്റ് എത്രത്തോളം അയാൾക്ക് എത്രത്തോളം മെൻ്റലായിട്ടുള്ള ആ ഒരു പവറുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഗ്രാസ്പ് ചെയ്യുക, അതുപോലെ അപ്രിസിയേറ്റ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു മെൻ്റൽ എബിലിറ്റി അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് അറിയുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് വെർബൽ ആൻഡ് നോൺ വെർബൽ ടെസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് IQ, ഒരുപാട് ക്രൈറ്റീരിയ ഇൻ്റലിജൻസ് ടെസ്റ്റിൽ വരുന്നുണ്ട്. IQ, അതുപോലെ EQ, SQ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മൂന്നും ഇനി എന്താണെന്ന് നോക്കാം. IQ എന്താണ്? വാട്ട് ഈസ് IQ? ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്നുള്ളതാണ് IQ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. IQ സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. അപ്പോൾ ഇത് ഇൻ്റലിജൻസ്, ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് അളക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് IQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് ട്രഡീഷണലായിട്ട് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഒരാളുടെ ബുദ്ധി, അതിൻ്റെ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് IQ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്ന ഒരു നമ്പറായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ IQ സ്കോർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് എ നമ്പർ. അപ്പോൾ സാധാരണഗതിയിൽ ഈ നമ്പർ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കോറ് കൂടുതൽ വലിയൊരു സംഖ്യയിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന അയാളുടെ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഹയർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹയർ ദി IQ സ്കോർ, ഹയർ ഈസ് ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്.
ഇനി പേഴ്സൺസ് ഹാവിങ് IQ സ്കോർ ബിറ്റ്വീൻ 50 to 75. അപ്പോൾ 50 മുതൽ 75 വരെയുള്ള സ്കോർ വരുന്ന ആളുകൾക്ക് പോലും ക്യാൻ സക്സീഡ് അറ്റ് 71% ഓഫ് ഓൾ ജോബ്സ് എന്നുള്ളതാണ്. ഒരു ജനറൽ ഒരു എസ്റ്റിമേഷനാണ്. 71% ജോബുകൾ അയാൾക്ക്, എല്ലാ ജോബുകളും അയാൾക്ക് 71% അയാൾക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ IQ സ്കോർ മെഷർ ചെയ്യുന്നതിൻ്റെ ഒരു ഇക്വേഷൻ പറയാറുണ്ട്. മെൻ്റൽ ഏജ്, IQ ഈസ് ഈക്വൽ ടു മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് എന്നുള്ളതാണ്. മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്. അപ്പോൾ മെൻ്റൽ ഏജ് എന്ന് പറയുമ്പോൾ നമ്മളതൊരു ടെസ്റ്റിലൂടെയാണ് നമ്മൾ ആ ഒരു മെൻ്റൽ ഏജിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്റ്റാൻഫോർഡ് ബൈനറ്റ് സ്കെയിൽ എന്ന് പറയുന്ന സ്കെയിൽ നമുക്കതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ അത് യൂസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ മെൻ്റൽ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇപ്പോൾ 25 വയസ്സായ ഒരാളാണെങ്കിൽ 25 എന്നുള്ളതാണ് അതിൻ്റെ ക്രോണോളജിക്കൽ ഏജ്. അപ്പോൾ ഇതിനെ, ഈ മെൻ്റൽ ഏജിനെ ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഒരു 90, 95, 80 അല്ലെങ്കിൽ 100, 120 ഇങ്ങനെ ഉള്ള ഒരു നമ്പർ കിട്ടുന്നു. ഈ നമ്പറാണ് അയാളുടെ IQ സ്കോർ. അപ്പോൾ ആ നമ്പറിന് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല, അത്ര ഡീപ്പായിട്ടൊന്നും ഇത് പോകുന്നില്ല. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ സ്റ്റാൻഫോർഡ് ബൈനറ്റ് സ്കെയിൽ എന്നുള്ളൊരു സ്കെയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് ആൽഫ്രഡ് ബൈനസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം അന്നത്തെ ഫ്രഞ്ച് സർക്കാരിൻ്റെ 1904 ഫ്രഞ്ച് സർക്കാരിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹം ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിൻ്റെ പഠനകാര്യവുമായി ബന്ധപ്പെട്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയും അത് പിന്നീട് ഗവൺമെൻറ് അവരത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അത് പിന്നീട് 1908 1911 അദ്ദേഹത്തിൻ്റെ കൊളാബറേറ്ററായിട്ടുള്ള തിയോഡർ സൈമണുമായിട്ട് ചേർന്നുകൊണ്ട് ഇത് വീണ്ടും റിഫൈൻ ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് പിന്നീട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ലെവിസ് ടെർമാൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഇത് ഈ നേരത്തെ അവർ ബെനറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ സ്കെയിലിനെ ഒന്നുകൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും അത് വീണ്ടും പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അതിനെ സ്റ്റാൻഫോർഡ് ബെനറ്റ് സ്കെയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കെയിലിൽ നമുക്ക് മെൻ്റൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി വാട്ട് ഈസ് EQ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയനാണ് ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ EQ നമുക്ക് മെഷർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, IQ നമ്മൾ മനസ്സിലാക്കി. IQ അലോൺ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ഫോർ ജോബ് സക്സസ്. ഒരു ജോബിൽ ഒരു വ്യക്തി സക്സസ് ആവാൻ അയാൾക്ക് IQ മാത്രം ഉണ്ടായാൽ പോരാ എന്നുള്ളതാണ്. അതോടൊപ്പം ഇമോഷണൽ മെച്യൂരിറ്റി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. EQ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ കോഷ്യൻ്റ് ആണ്. ഇമോഷണൽ മെച്യൂരിറ്റി, വൈകാരികമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി, ഒരു പക്വത അല്ലെങ്കിൽ ഒരു സ്ഥിരത, ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ള ഇത് ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒരു പേരാണ് ഡാനിയൽ ഗോൾമാൻ എന്നുള്ളത്, അല്ലേ? ഹീസ് എ ഫേമസ് US സൈക്കോളജിസ്റ്റ്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള US സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കുണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. 1995 പുറത്തു വന്നിട്ടുള്ളൊരു ബുക്കാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എ മാനേജേഴ്സ് എഫക്റ്റീവ്നെസ് ഇൻ എ കോർപ്പറേഷൻ ഡിപ്പെൻഡ്സ് മോർ ഓൺ ഹിസ് EQ. ഒരു മാനേജറുടെ എഫക്റ്റീവ്നെസ്, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു മാനേജറുടെ എഫക്റ്റീവ്നെസ് അത് കൂടുതലും ആശ്രയിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ EQ-നെയാണ്. അപ്പോൾ EQ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആക്ച്വലി ഇത് ഇദ്ദേഹമല്ല ഈ ഒരു വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത്, പക്ഷേ അതിനെ കുറച്ചും കൂടെ ഒരു പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഡാനിയൽ ഗോൾമാൻ എന്നുള്ളത്. അപ്പോൾ EQ ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു മാനേജ് ഹിസ് ഇമോഷൻസ് ഇൻ ദ വർക്ക് പ്ലേസിൽ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അയാളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള ആ വ്യക്തിയുടെ എബിലിറ്റി, കഴിവിനെയാണ് നമ്മൾ EQ എന്ന് പറയാം, അല്ലെ? ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു മാനേജർ ആണെങ്കിൽ അദ്ദേഹത്തിന് സബോർഡിനേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവും, സുപ്പീരിയേഴ്സ് ഉണ്ടാവും, വർക്ക് പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം അദ്ദേഹം വൈകാരികമായി പൊട്ടിത്തെറിക്കാതെ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റിനെ എല്ലാം മാനേജ് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ട്. ആ കഴിവിനാണ് നമ്മൾ EQ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, അതിനുള്ള എബിലിറ്റിയാണ് EQ. അപ്പോൾ ഇമോഷൻ എന്ന് പറയുമ്പോൾ ആങ്കർ ആവാം, ഹേറ്റ്രഡ്, ഫ്രസ്ട്രേഷൻ, കൺഫ്യൂഷൻ, സാഡ്നെസ്, ഇതെല്ലാം നമ്മളെ ഇമോഷൻസിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള സൈഡുകളാണ്. ഓക്കെ, പോസിറ്റീവുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ നെഗറ്റീവ്സാണ് നമ്മൾ പലപ്പോഴും ബിഹേവിയർ ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഓക്കെ,
അപ്പോൾ റിസൾട്ട് നെഗറ്റീവ് വരിക, ഈ നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോഴാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയാണ് EQ. ഇപ്പോൾ ഗോൾമാൻ ഡിഫൈൻസ് ഇറ്റ് ആസ് ദി എബിലിറ്റി ടു ഐഡൻറ്റിഫൈ, ആസസ് ആൻഡ് കൺട്രോൾ വൺസ് ഓൺ ഇമോഷൻസ്. ഒരാളുടെ സ്വന്തം ഇമോഷൻസ് അതിനെ തന്നെ അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അസസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റണം. അതിനുള്ള കഴിവാണ്. അത് മാത്രമല്ല, ദി ഇമോഷൻസ് ഓഫ് അതേഴ്സ് ആൻഡ് ദാറ്റ് ഓഫ് ഗ്രൂപ്പ്സ്. മറ്റുള്ളവരുടെയും ഇമോഷൻസ് ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാനും അസസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റണം, അല്ലേ? അതോടൊപ്പം തന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന മറ്റ് ഗ്രൂപ്പുകൾ, അവിടെയെല്ലാം ഇമോഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അസസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമോഷണൽ കോഷ്യൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, EQ സ്റ്റാൻഡ്സ് ഫോർ ഇമോഷണൽ കോഷ്യൻ എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു വാല്യബിൾ ക്രൈറ്റീരിയ ആണ് ഫോർ സെലക്ടിങ് മിഡിൽ ആൻഡ് സീനിയർ ലെവൽ മാനേജേഴ്സ്. നമ്മളൊരു ബിസിനസ്സിൻ്റെ കോണ്ടക്സ്റ്റിലേക്ക് വരുമ്പോൾ അതൊരു മിഡിൽ അതുപോലെ സീനിയർ ലെവൽ മാനേജേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ്. EQ ഉള്ള ആളുകളാവണം ഇത്ര തലപ്പത്തിരിക്കുന്ന ആളുകൾ. ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആളുകളാവാൻ പാടില്ല എന്നുള്ളതാണ്. എ കീ ഫാക്ടർ ഫോർ പ്രൊമോഷൻ. ഇതൊക്കെ പ്രൊമോഷൻ ഹയർ ലെവലിലേക്ക്, ഹയർ പോസ്റ്റുകളിലേക്ക് ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ കൂടെയാണ് ഇത്. ഓക്കെ, കാരണം ഹയർ ലെവലിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള കഴിവുണ്ടാവണം. അവർ ഈ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരെ അവിടെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് EQൻ്റെ കോമ്പോണൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാം കോമ്പോണൻസ് ഓഫ് EQ, അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് EQ. 3 എലമെൻറ്റ്സ് ആണുള്ള അതിലുള്ളത്. ഒന്ന് മോട്ടിവേറ്റ് വൺ സെൽഫ്. മോട്ടിവേറ്റ് വൺ സെൽഫ് അതായത് നമ്മളെ ഓൺ ഫീലിങ്സും തോട്ട്സും, അല്ലേ, അത് നമ്മളിലുണ്ടാകുമ്പോൾ നമുക്കൊരു നമ്മളെ അകത്ത് നമ്മളെ അത് ഇൻസ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഫീലിങ്സും തോട്ട്സും ഒക്കെ നമ്മുടെ അകത്തുനിന്ന് വരണം. അതാണ് മോട്ടിവേറ്റ് വൺ സെൽഫ് എന്നുള്ളത്. പിന്നെ മോട്ടിവേറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഒന്ന് സ്വയം മോട്ടിവേറ്റ് ആവുക എന്നുള്ളത്, മറ്റൊന്ന് മോട്ടിവേറ്റ് അതേഴ്സ് എന്നുള്ളതാണ് EQൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പോണൻറ്റ്. തേർഡ് വൺ ഈസ് എംപതൈസിങ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് എംപതൈസ് ചെയ്യുക എന്നുള്ളതാണ്. എമ്പതി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് നേരത്തെ. എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവിൽ അവരുടെ പ്രോബ്ലംസ് നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റണം. അവരുടെ പ്രോബ്ലംസ് നമ്മളുടേതായിട്ട് കാണാനുള്ള ആ ഒരു കഴിവാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗോൾമാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡാനിയൽ ഗോൾമാൻ. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് EQ ഉണ്ട്, EQൻ്റെ എലമെൻറ്റ്സ്. അപ്പോൾ ഡാനിയൽ ഗോൾമാൻ അദ്ദേഹം അത് 5ഓളം എലമെൻറ്റ്സ് പറയുന്നുണ്ട്. ഈ എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഒന്ന് സെൽഫ് അവെയർനെസ് ആണ്. സെൽഫ് അവെയർനെസ് മീൻസ് റെക്കഗ്നൈസ് വൺസ് ഇമോഷൻസ് ആൻഡ് എഫക്ട്സ്. ഓരോരുത്തരും അയാളുടെ ഇമോഷൻസും എഫക്ട്സും സ്വയം അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോഴാണ് ആ സെൽഫ് അവെയർനെസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരാളുടെ സ്ട്രെങ്ത്തും അയാളുടെ വീക്ക്നെസ്സും അയാൾ അറിയണം, അല്ലെങ്കിൽ അയാൾ തിരിച്ചറിയണം. അതോടൊപ്പം ഷുവർനെസ് അബൌട്ട് വൺസ് സെൽഫ് വർത്ത് ആൻഡ് കേപ്പബിലിറ്റീസ്. ഒരാൾക്ക് അയാളുടെ മൂല്യം എന്താണെന്നുള്ളതും അതോടൊപ്പം തന്നെ അയാളുടെ കാപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും ഇതിനെ പറ്റിയുള്ളതൊക്കെ ഒരു തിരിച്ചറിവാണ്. അറിവല്ല, തിരിച്ചറിവാണ് ആക്ച്വലി സെൽഫ് അവെയർനെസ്. അപ്പോൾ ഒരാളുടെ ഇമോഷൻസ് ഞാൻ ഇന്ന രീതിയിൽ ഇമോഷൻസ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഇന്ന രീതിയിലായിരിക്കും, അത് മറ്റുള്ളവരെ ഈ രീതിയിലൊക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഇവിടെ ഇമോഷൻസും അതിൻ്റെ എഫക്ട്സും തിരിച്ചറിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫ് അവെയർനെസ്. അപ്പോൾ അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ കണ്ട സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഒരാൾക്ക് അത് തിരിച്ചറിവുണ്ടാവണം. അയാൾക്ക് ജസ്റ്റ് അറിഞ്ഞാൽ പോരാ, ആ എൻ്റെ സ്ട്രെങ്ത് ഇന്നതാണ്, എൻ്റെ വീക്ക്നെസ് ഇന്നതാണ് എന്നുള്ളത് ആ വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കണം. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് ബിഹേവിയർ അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് സെൽഫായിട്ട് റെഗുലേറ്റ് ചെയ്യാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റേയിങ് ഇൻ കൺട്രോൾ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിയന്ത്രിക്കുക, സ്വയം നിയന്ത്രിക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിലൊരു 4-5 പ്രധാനപ്പെട്ട കോമ്പോണൻസ് വരുന്നുണ്ട്. സെൽഫ് റെഗുലേഷൻ ഇൻക്ലൂഡ്സ്, ഒന്ന് സെൽഫ് കൺട്രോളാണ്. സെൽഫ് കൺട്രോൾ അതിൽ വരുന്ന മാനേജിങ് ഡിസ്റപ്റ്റീവ് ഇമ്പൾസസ്, സെൽഫ് കൺട്രോൾ വരുന്നു. രണ്ടാമത് ട്രസ്റ്റ് വർത്തിനെസ് ആണ്. ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. നല്ലൊരു സത്യസന്ധത, മറ്റുള്ളവർക്ക്
നമ്മളെ റിലേ ചെയ്യാൻ പറ്റും, നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റഗ്രിറ്റിയും അത്തരത്തിലുള്ള ഒരു മൊറൽ പ്രിൻസിപ്പിൾസും ഒരു ഓണസ്റ്റിയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നാണ് കോൺഷ്യൻഷ്യസ്നെസ്, അതായത് ഒരു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഓൺ പെർഫോമൻസ്. നമ്മളെന്തെങ്കിലും നമ്മളൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ താല്പര്യത്തോടുകൂടെ, അത്രയും ഡിസയറോടുകൂടെ, ആഗ്രഹത്തോടു കൂടെ അത് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അഡാപ്റ്റബിലിറ്റി, ഹാൻഡ്ലിങ് ചേഞ്ച് വിത്ത് ഫ്ലെക്സിബിലിറ്റി, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇന്നോവേഷൻ. വി ഓപ്പൺ ടു ന്യൂ ഐഡിയാസ്. ഒരു നമ്മൾ ന്യൂ ഐഡിയ ഓപ്പൺ ആവുക, നമുക്കൊരു പുതിയൊരാശയം വരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മറ്റുള്ളവർക്കും അതിന് അവരുടെ ഭാഗത്തു നിന്നും കാര്യങ്ങളൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അപ്പോൾ ഇന്നോവേഷൻ, ബീങ് ഓപ്പൺ ടു ന്യൂ ഐഡിയാസ്. ഇതെല്ലാം ഈ സെൽഫ് റെഗുലേഷൻ എന്നുള്ളതിൻ്റെ കോമ്പോണൻസ് ആണ്. ഇനി തേർഡ് വൺ ഈസ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്നുള്ള ഒരു കാര്യമാണ്. അതായത് വി ഷുഡ് ഹാവ് എ പാഷൻ ഫോർ വാട്ട് വി ആർ ഡൂയിങ്. നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു പാഷൻ വേണമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തോടൊരു പാഷൻ നമുക്കുണ്ടായിരിക്കണം. ഈ പാഷൻ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ദിസ് പാഷൻ ലീഡ്സ് ടു സസ്റ്റൈൻഡ് മോട്ടിവേഷൻ. സസ്റ്റൈൻഡ് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് നമ്മുടെ അകത്തുനിന്ന് ആ മോട്ടിവേഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചോദനം, അത് പെട്ടെന്ന് ഒരു ദിവസവും 2 ദിവസവും നമ്മളെ ഒരു കാര്യപ്രചോദനം നമുക്ക് നൽകി പിന്നീട് നമ്മൾ ക്രമേണ നമ്മുടെ ആ ഒരു താല്പര്യം കുറഞ്ഞു പോകുന്നു. അങ്ങനെ ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻറ്റേർണൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവണം. നമ്മുടെ അകത്തു നിന്ന് അത്തരത്തിലുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. ഓക്കെ, അതാണ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഒരു ക്ലിയർ ഡിസിഷൻ മേക്കിങ്ങിലേക്കും ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും ഒക്കെ നമ്മളെ എത്തിക്കുന്നതാണ് ഓഫ് ദി ഓർഗനൈസേഷൻസ് എയിംസ്. നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിനെ പറ്റിയുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ക്ലിയർ ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ ഒരു സസ്റ്റൈൻഡ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്കൊക്കെ അത് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. പിന്നെ 4ാമത് വരുന്നതാണ് എമ്പതി. അത് നമ്മൾ നേരത്തെ കണ്ടു. എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ഓൺലി മസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് യുവർ ഓൺ ഇമോഷൻസ്, അല്ലേ? നിങ്ങളുടെ സ്വന്തം ഇമോഷൻസ് മാത്രം മനസ്സിലാക്കിയാൽ പോരാ എന്നുള്ളതാണ്. ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയാക്ടിങ് ടു ദി ഇമോഷൻസ് ഓഫ് അതേഴ്സ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ള ആളുകളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഐഡൻറ്റിഫൈങ് എ സർട്ടൻ മൂഡ് ഓർ ഇമോഷൻ ഫ്രം എ കൊളീഗ് ഓർ ക്ലയൻറ്റ് ആൻഡ് റിയാക്ടിങ് ടു ഇറ്റ് ക്യാൻ ഗോ എ ലോങ് വേ ഇൻ ഡെവലപ്പിംഗ് യുവർ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മുടെ കൊളീഗിൻ്റെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവാം. ഓക്കെ, ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇമോഷൻ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അവരുമായിട്ട് നമുക്കൊരു ദീർഘകാല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിലൊക്കെ അത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എമ്പതി എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. എമ്പതൈസ് ചെയ്യണം. നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു കോമ്പോണൻറ്റിൽ നമ്മളത് പറഞ്ഞു, എമ്പതൈസ് ചെയ്യണം. ഓക്കെ, പിന്നെ 5ാമത് വരുന്ന ഒന്നാണ് സോഷ്യൽ സ്കില്ല്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആവുക എന്നുള്ളത് മാത്രമല്ല. ഇറ്റ്സ് മോർ ദാൻ ബിക്കമിങ് ഫ്രണ്ട്ലി. ഇപ്പോൾ ഗോൾഡ്മാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അത് ഫ്രണ്ട്ലെസ് വിത്ത് എ പേർപ്പസ് എന്നുള്ളതാണ്. മീനിങ് എവറി വൺ ഈസ് ട്രീറ്റഡ് പൊളൈറ്റ്ലി ആൻഡ് വിത്ത് റെസ്പെക്റ്റ്. എല്ലാവരെയും നമ്മൾ പൊളൈറ്റ്ലി ട്രീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ റെസ്പെക്റ്റോടെ ട്രീറ്റ് ചെയ്യണം. യെറ്റ് ഹെൽത്ത് റിലേഷൻഷിപ്സ് ആർ ദെൻ ഓൾസോ യൂസ്ഡ്. ഈ ഒരു ബന്ധം നമ്മൾ പേഴ്സണൽ അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബെനിഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ സ്കിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീസ് ആർ ദി 5 എലമെൻറ്റ്സ് ഓഫ് ഇമോഷണൽ കോഷ്യൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് അക്കോർഡിംഗ് ടു ഗോൾഡ്മാൻ. ഇനി നമുക്ക് മനസ്സിലാക്കണം മറ്റൊരു കാര്യം, ഈ ഇക്യു ടെസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് ഉണ്ട്, സെലിഗ്മാൻ ടെസ്റ്റ് എന്നുള്ളത്. അത് ഇക്യു കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ടെസ്റ്റാണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മാർട്ടിൻ സെലിഗ്മാനാണ്. അതിൻ്റെ പേര് സെലിഗ്മാൻ ടെസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയാണ് അദ്ദേഹം. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനി ഹെയിൻസ് ഇന്ത്യ, അതുപോലെ തന്നെ HLL ഉണ്ട്, ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള കമ്പനികളെല്ലാം
ഈ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് EQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. HLL നമുക്ക് പരിചയമുണ്ടായിരിക്കും. ഹെയിൻസ്, ഇന്ത്യയുടെ ഹെയിൻസ് ഉണ്ട്, മൾട്ടിനാഷണൽ കമ്പനിയാണ് അല്ലേ, ഒരു ഫുഡ് സെക്ടറിലൊക്കെ ഉള്ള കമ്പനിയാണ്. അപ്പോൾ അത്തരം കമ്പനികളെല്ലാം എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് EQ ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ കണ്ടിരുന്നു, IQ നമ്മൾ പറഞ്ഞു, അതുപോലെ EQ, ആൻഡ് തേർഡ് വൺ ഈസ് SQ. വാട്ട് ഈസ് SQ? SQ സ്റ്റാൻഡ്സ് ഫോർ സ്പിരിച്വൽ കോഷ്യൻ്റ് ഓർ സ്പിരിച്വൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ള ഡാന സ്വാർ ഇൻ ഹർ ബുക്ക് റീവയറിംഗ് ദി കോർപ്പറേറ്റ് ബ്രെയിൻ എന്നുള്ള ബുക്കിലാണ് അത് ടേമിൻ്റെ റെഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1997 അപ്പോൾ ഇന്നത്തെ ഒരു കാലത്തിൽ ഒരു സ്പിരിച്വൽ കോഷ്യൻ്റ് ആണ്. അപ്പോൾ നൗ ഓർഗനൈസേഷൻസ് കണ്ടക്ട് സ്പിരിച്വൽ അവേക്കനിങ് പ്രോഗ്രാംസ്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സ്ഥാപനങ്ങളെല്ലാം ഒരു ആത്മീയമായിട്ടുള്ള അല്ലേ പ്രോഗ്രാംസൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ എത്തിക് ക്യാമ്പ്സുകൾ, ട്രാൻസ്ജെൻഡൽ മെഡിറ്റേഷൻ വേർഷിപ്സ് ഫോർ ദ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ന് സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ പ്രോഗ്രാംസ്, ക്യാമ്പയിനുകൾ, എത്തിക് ക്യാമ്പ്സുകളും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡൽ മെഡിറ്റേഷൻ ക്യാമ്പുകൾ അല്ലെങ്കിൽ വേർഷിപ്സുകൾ ഒക്കെ, സ്പീരിയർ ആയിട്ടുള്ള മെഡിറ്റേഷൻ വേർഷിപ്സുകളൊക്കെ ഇന്നത്തെ കാലത്ത് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ അത് കൂടുതൽ പ്രോഫിറ്റബിളായിട്ട് ആ സ്ഥാപനങ്ങൾ മാറുന്നു എന്നുള്ള ചില സ്റ്റഡികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് സ്പിരിച്വൽ കോഷ്യൻ്റ്. അപ്പം നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ അവർ ഒരു സ്പിരിച്വലി ഗൈഡഡ് ആണെങ്കിൽ, അവർക്കൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്ത അവർക്കുണ്ടെങ്കിൽ, ആത്മീയമായിട്ടുള്ള ചിന്ത അവർക്കുണ്ടെങ്കിൽ, അത്തരം ആളുകൾക്ക് ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. അവർക്കൊരു ലിവിങ് ക്യാരക്ടർ വരും. ഓക്കെ, കാരണം അവർ ദൈവത്തിൽ അത്രത്തോളം വിശ്വസിക്കുന്ന, ആ ഒരു സൂപ്പർ നാച്ചുറൽ പവറിൽ അവർ അത്രത്തോളം വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ മോശമായിട്ടുള്ള ചിന്താഗതികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, സ്ഥാപനത്തിന് നന്മ ചെയ്യുക, അതുപോലെ തന്നെ കൊളീഗ്സിന് നന്മ ചെയ്യുക, സൊസൈറ്റിക്ക് നന്മ ചെയ്യുക, അങ്ങനെ മൊത്തം സമൂഹം അല്ലെങ്കിൽ മനുഷ്യകുലം നല്ല ഒരു രീതിയിൽ ജീവിച്ചു പോകണം, മുന്നോട്ട് പോകണം എന്ന ചിന്തയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ എന്ന ചിന്ത അവരിലേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് കൊണ്ടുവരിക അവിടുത്തെ ആളുകളെ എന്നാണ് ഇവിടെ സ്പിരിച്വൽ കോഷ്യൻ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു സീ ഹിസ് പേഴ്സണൽ വിഷൻ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിഷൻ അതിങ്ങനെ നോക്കിക്കാണാനുള്ള ഒരു കഴിവാണ് അദ്ദേഹത്തിന്. ആൻഡ് ദ കോൺസിക്വൻ്റ് എൻഡേവർ ടു അച്ചീവ് ദ സെയിം ത്രൂ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലാർജർ ഗുഡ് ടു ദ സൊസൈറ്റി, ബ്രിങ്ങിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ടു ഹിം ആൻഡ് ദ വേൾഡ് അറ്റ് ലാർജ്. അല്ലെ, അദ്ദേഹത്തിന് വേണം ഗുഡ് ഹെൽത്തും ഹാപ്പിനെസ്സൊക്കെ അദ്ദേഹത്തിന് വരണം, അതോടൊപ്പം തന്നെ ഈ ലോകത്തിന് മൊത്തത്തിലും ആ നന്മ വരണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒരു പേഴ്സണലായിട്ടുള്ള വിഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ ആ കഴിവാണ് സ്പിരിച്വൽ കോഷ്യൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുക ഇതാണ്: സ്വയം, അതുപോലെ തന്നെ സ്വന്തത്തിനും അദ്ദേഹത്തിന് ചുറ്റുപാടുമുള്ള ആളുകൾക്കും ലോകത്തിന് മൊത്തത്തിൽ നന്മ വരണം. ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പേഴ്സണൽ വിഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ സ്പിരിച്വൽ കോഷ്യൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ലെവല് അല്ലെങ്കിൽ SQ ആർക്കുണ്ടാവണം? സീനിയർ മാനേജേഴ്സിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇൻ അഡീഷൻ ടു IQ ആൻഡ് EQ. IQവിനും EQവിനും പുറമെ സീനിയർ മാനേജേഴ്സ് മസ്റ്റ് ഹാവ് SQ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റുകളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. അതിൻ്റെ പാർട്ടിലാണ് നമ്മളിപ്പോൾ ഇത്രയും കാര്യം ചർച്ച ചെയ്തത്. നെക്സ്റ്റ് വൺ ഈസ് ട്രേഡ് ടെസ്റ്റ്. ട്രേഡ് ടെസ്റ്റാണ്. അപ്പോൾ ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ടു നോ ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ദ ട്രേഡ്. ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ ഇപ്പോൾ ഒരുപാട് പലതരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ട്രേഡുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്കിൽഡ് ആയിട്ടുള്ള ട്രേഡുകളിൽ കാൻഡിഡേറ്റ്സിന് നോളജ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ ബ്ലഫേഴ്സിനെ കണ്ടെത്താൻ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ആരാണ് ബ്ലഫേഴ്സ്? ബ്ലഫേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ക്ലെയിം ദാറ്റ് ദേ ഹാവ് ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ട്രേഡ് ബട്ട് ആക്ച്വലി ദേ ഹാവ് നോട്ട്.
അതായത് അവർക്ക് കഴിവുണ്ടെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. ഇപ്പോൾ അവർ ആപ്ലിക്കേഷൻസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ ഇന്ന കഴിവൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എക്സ്പീരിയൻസ് ഉണ്ട്, കഴിവുണ്ട്. അപ്പോൾ നമ്മളത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു ജോബായിരിക്കും അത്. അപ്പോൾ അതിൽ ഈ പേഴ്സണൽ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലംബിങ് വർക്കൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത്തരം ആൾക്കാരുടെ കഴിവും മറ്റുമൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി തേർഡാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു മെഷർ ദി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ദർ കപ്പാസിറ്റി ടു ലേൺ ദ സ്കിൽസ് റിക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു കാൻഡിഡേറ്റിലെ ഒരു വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഒരു പർട്ടിക്കുലർ ജോബ്, ആ ഒരു ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ്, അതൊക്കെ ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അഭിരുചി പരീക്ഷകൾ എന്ന് പറയും. അത് പല രീതിയിലും നടത്തിയേക്കാം. ഇറ്റ് മെഷേഴ്സ് ആൻ ആപ്ലിക്കൻസ് കപ്പാസിറ്റി ആൻഡ് ഈസ് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ്. അത് ആപ്ലിക്കൻറ്റിൻ്റെ കപ്പാസിറ്റി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെവലപ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ, ഇതൊക്കെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി നാലാമത്തെ ടെസ്റ്റാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ടു നോ ദ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദി എംപ്ലോയി, അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്. ആ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ എംപ്ലോയിയുടെ താല്പര്യം, അതിനുള്ള ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്, ഏത് ഫീൽഡിലേക്കാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇൻട്രസ്റ്റ് ഇൻവെൻട്രി ഡെവലപ്പ് ചെയ്യുകയും അത് നമ്മൾ ഈ കാൻഡിഡേറ്റ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അവരോട് അവരുടെ ഇഷ്ടമുള്ള ആ ഇൻവെൻട്രി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരുപാട് ജോബ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇയാൾ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇയാൾ താല്പര്യപ്പെടുന്ന, അതിനൊരുപാട് കോമ്പണൻസ് ഒക്കെ വരുന്നുണ്ട്. അത് വെച്ച് നമ്മളത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ജോബ് അയാൾക്ക് ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കമ്പയർ ചെയ്യാനും അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇൻ ദിസ് വേ ഇൻട്രസ്റ്റ് ഈസ് അസർട്ടൈൻഡ് ആൻഡ് ജോബ് ഈസ് അസൈൻഡ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഇന്ന ജോബാണ് എന്ന് മനസ്സിലാക്കാനും ആ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിവിധ ഇൻട്രസ്റ്റുകൾ ഉള്ള ഒരു ലിസ്റ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കാൻഡിഡേറ്റ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഫിഫ്ത്ത് വൺ ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ പേഴ്സണാലിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ് അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നടത്തുന്നത്. ഇത് സാധാരണ ഇത് നടത്തുന്നത് ഇസ് കണ്ടക്റ്റഡ് ബൈ എ സൈക്കോളജിസ്റ്റ്. ഒരു സൈക്കോളജിസ്റ്റാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നു. ആ ക്വസ്റ്റ്യൻസിന് പ്രത്യേകത അതൊരു വ്യക്തിയുടെ ബിഹേവിയറൽ ആസ്പെക്ട്സും പേഴ്സണാലിറ്റിയും മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് പല രീതിയിലും വരാം. പിക്ചറുകൾ കൊടുത്തിട്ട് അതിൻ്റെ ഓർഡർ ചെയ്യുന്ന രീതിയിലാവാം അത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിന്ന് ആൻസറുകൾ പറയുന്ന രീതിയിലാവാം. പല രീതിയിൽ നമുക്ക് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. അതിൻ്റെ രീതി ഏതായിരുന്നെങ്കിലും നമ്മളതിൻ്റെ കൺക്ലൂഷനിൽ എത്തുന്നത് ഇയാളുടെ പേഴ്സണാലിറ്റി നമുക്കതൊന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. ഇനി ക്രൈറ്റീരിയ, അതോടുകൂടി ആ ടെസ്റ്റുകളുടെ ഭാഗം അവിടെ അവസാനിക്കണം. ഇനി അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ടെസ്റ്റ്. ഒരു ടെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണെന്നുള്ളതാണ്. ഒന്ന്, റിലയബിലിറ്റി. ആ ടെസ്റ്റ് റിലയബിൾ ആയിരിക്കണം. വാട്ട് എവർ മേ ബി ദ ടെസ്റ്റ്, ഇറ്റ് ഷുഡ് ബി റിലയബിൾ. അപ്പോൾ റിലയബിലിറ്റിനോട് ഉദ്ദേശിക്കുന്നത് എബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് ടു ഗീവ് കൺസിസ്റ്റൻറ്റ് റിസൾട്ടാണ്. റിസൾട്ടിൽ കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിശ്വസനീയത. ഇപ്പോൾ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്തു, അപ്പോൾ റിസൾട്ട് കിട്ടി, നാളെ അത് അവിടെ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ മറ്റൊരു റിസൾട്ടാണ്. മറ്റന്നാൾ ടെസ്റ്റ് ചെയ്യുന്നപ്പോൾ മറ്റൊരു റിസൾട്ടാണ്. അപ്പോൾ റിസൾട്ടിൽ ഭയങ്കരമായ വേരിയേഷൻ വരുമ്പോൾ ടെസ്റ്റ് ഈസ് നോട്ട് റിലയബിൾ അല്ല. അപ്പോൾ ഏറ്റവും ലിറ്റിൽ വേരിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് നമുക്ക് റിലയബിൾ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ടെസ്റ്റ് വേണം നമ്മൾ സ്വീകരിക്കാൻ. അതാണ് റിലയബിലിറ്റി എന്നുള്ള ഫാക്ടർ. സെക്കൻഡ് വൺ ഈസ് വാലിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉദ്ദേശത്തിനാണോ ആ ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അത് നമുക്കതുകൊണ്ട് മെഷർ ചെയ്യാൻ, ആ ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് ആ കാര്യം നമുക്കവിടെ സാധിച്ചു കിട്ടണം. അതാണ് അതിൻ്റെ വാലിഡിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ടു വിച്ച് എ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു മെഷർ. എന്താണോ മെഷർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്കതുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ വാലിഡിറ്റി. The next one is objectivity. ഇപ്പോൾ 2 or more persons can interpret the results of the same test and try the
ദ സെയിം റിസൾട്ട് അല്ലെ, രണ്ടോ അതിലതിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു റിസൾട്ട്, നമുക്ക് സെയിം ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരേ രീതിയിൽ തന്നെയാണ് അത് രണ്ടാളുകൾ അല്ലെങ്കിൽ മൂന്നാളുകൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ ഒരേ രീതിയിലാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്കതിന് ഒബ്ജക്റ്റിവിറ്റി ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി ഇല്ലെന്ന് പറയാം. ഇനി വേണ്ടത് സ്റ്റാൻഡർഡൈസേഷനാണ്. സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടെസ്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യണം, അതായത് നമുക്ക് അതിൻ്റെ സ്കോറുകൾ കമ്പയറബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് കമ്പയറബിൾ ആകുമ്പോൾ നമുക്കത് സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്ന് പറയാം. ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളൊരു ക്രൈറ്റീരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഒരു ടെസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട 4 ക്രൈറ്റീരിയ. ഇനി നെക്സ്റ്റ് ഒരു ഏരിയയാണ് ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഫേസ് ടു ഫേസ് ടോക്ക് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് ആപ്ലിക്കൻസ്. നമ്മളൊരു ഫേസ് ടു ഫേസ് ടോക്കാണ് ഇൻ്റർവ്യൂ. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് മനസ്സിലാക്കിയതാണ്. ഇൻ്റർവ്യൂ എന്നുള്ളത് നടത്തുന്നത് ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ്സിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി നമുക്കതിൻ്റെ ടൈപ്സിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ. അതിലൊന്നാമത്തെയാണ് ഫോർമൽ ഇൻ്റർവ്യൂ. അവിടെ ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇറ്റ്സ് ഹെൽഡ് ഇൻ എ ഫോർമൽ അറ്റ്മോസ്ഫിയർ. ഒരു ഫോർമൽ അറ്റ്മോസ്ഫിയറിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ ഡേറ്റ്, അതിൻ്റെ വെന്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഓൾറെഡി അറിയിക്കുന്നുണ്ട്. അത് പേഴ്സണൽ മാനേജറുടെ അല്ലെങ്കിൽ ജനറൽ മാനേജറുടെ ഒക്കെ ചേംബറിൽ അല്ലെങ്കിൽ അവരുടെ ക്യാബിനിൽ വെച്ചാണ് അത്ര ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഫോർമലായിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂ ആണ് ഫോർമൽ ഇൻ്റർവ്യൂ. സെക്കൻഡ് കാറ്റഗറി ഈസ് ഇൻഫോർമൽ ഇൻ്റർവ്യൂ. അപ്പോൾ വാക്ക് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് കണ്ടക്റ്റഡ് അറ്റ് എനി പ്ലേസ് ആൻഡ് നോ ഫോർമൽ പ്ലേസ് ഈസ് ഫിക്സഡ്. ഒരു ഫോർമൽ പ്ലേസ് ഒന്നും ഫിക്സ് ചെയ്യുന്നില്ല, എവിടെ വെച്ച് അത് നടത്തിയേക്കാം എന്നുള്ളതാണ്. സൗകര്യപ്രദമാവുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് നടത്തിയേക്കാം. നോട്ട് എ പ്ലാൻഡ് ഇൻ്റർവ്യൂ. ഇവിടെ ഇതൊരു പ്ലാൻഡ് ഇൻ്റർവ്യൂ അല്ല. അപ്പോൾ ഫോർമാലിറ്റി ഒന്നും അത്രത്തോളം കീപ്പ് ചെയ്യാത്ത ഇൻ്റർവ്യൂ ആണ് ഇൻഫോർമൽ ഇൻ്റർവ്യൂ. തേർഡ് വൺ ഈസ് പാറ്റേൺഡ് ഇൻ്റർവ്യൂ ഓർ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇതൊരു പ്ലാൻഡ് ആണ്. ഇത് പ്ലാൻഡ് സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഇവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ അതിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓരോരുത്തരോട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യാൻ എത്ര സമയം എടുക്കണം, ഓക്കെ, ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ ഓർ ആസ്പെക്ട്സ് ആർ ഡിസൈഡഡ് ഇൻ അഡ്വാൻസ്. ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്ന, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഇൻ്റർവ്യൂവിനാണ് പാറ്റേൺഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ. ഇറ്റ്സ് ഓൾസോ എ നോട്ട് എ പ്ലാൻഡ് ഇൻ്റർവ്യൂ. ഇതൊരു പ്ലാൻഡ് ഇൻ്റർവ്യൂ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല, അതായത് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ്, ഇതിനെപ്പറ്റി അങ്ങനെ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരിക. ഓക്കെ, ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കാൻഡിഡേറ്റ്സ് ആർ ആസ്ക്ഡ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓൺ എ ജനറൽ ടോപ്പിക്. അവരടുത്ത് ഒരു ജനറൽ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിരിക്കും അവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റീവ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ അല്ല, നോൺ ഡയറക്റ്റീവ് നാച്ചുറുള്ള ഒരു ഇൻ്റർവ്യൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ്. ഇനി മറ്റൊന്നാണ് ഡെപ്ത് ഇൻ്റർവ്യൂ. അത് വാക്കിനെ നമുക്ക് മനസ്സിലാക്കാം. ഡെപ്ത് ഇൻ്റർവ്യൂ ഇറ്റ്സ് എ പ്ലാൻഡ് ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ സെലക്റ്റഡ് ആൻഡ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ഇറ്റ്സ് കണ്ടക്റ്റഡ് ടു നോ ദി ഇൻ-ഡെപ്ത് നോളജ് ഓഫ് ദി കാൻഡിഡേറ്റ്. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കാൻഡിഡേറ്റ്സിന് എത്രത്തോളം ഇൻ-ഡെപ്ത് ആയിട്ടുള്ള വളരെ എത്രത്തോളം കൂടുതൽ ആഴത്തിലുള്ള അറിവ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെപ്ത് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മറ്റൊരു ടൈപ്പ് ഇൻ്റർവ്യൂ ആണ് സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയും. സ്ട്രെസ് ഇൻ്റർവ്യൂ, അപ്പോൾ ഇവിടെ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇവിടെയും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ബോധപൂർവം ഈ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആളുകൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റിനെ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വെക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, സഡൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അല്ലേ. അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ വളരെ സിവിയർ ഇമോഷണൽ സ്ട്രെയിൻ വരുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആളുകൾ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ലി ഇൻ്റർവ്യൂ അല്ല ആക്ച്വലി സ്ട്രെസ് ഇൻ്റർവ്യൂ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അൺഫ്രണ്ട്ലി ഇൻ്റർവ്യൂ. ഒരു അൺഫ്രണ്ട്ലി ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, കാരണം ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ കവർ ചെയ്തുകൊണ്ട്
അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് വരാനുള്ള കഴിവ് ആർക്കാണ് എന്നുള്ളതാണ് ആക്ച്വലി ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്ര ആളുകളാണ് അതിൽ സക്സസ്ഫുൾ ആയിട്ട് പുറത്തു വരുന്നത്. ഇനി 7 ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ്സ് ആർ ഡിവൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ആർ ഡിവൈഡ് ചെയ്യുന്നു. ഇത് ഒരു തരത്തിലൊരു ബ്രെയിൻ സ്ട്രോമിങ് രീതിയാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ ഓരോ കാൻഡിഡേറ്റ്സും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് അവർ വാച്ച് ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആരാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ആൻഡ് ദോസ് കാൻഡിഡേറ്റ്സ് വിൽ ബി സെലക്റ്റഡ്. അപ്പോൾ ആ രീതിയാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ഇനി മറ്റേതാണ് ബോർഡ് ഇൻ്റർവ്യൂ. ഇത് ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഓപ്പോസിറ്റ് നാച്ചുറൽ ഇൻ്റർവ്യൂ ആണ്. ഇവിടെ ഒരു എക്സ്പേർട്സ് ഓഫ് പാനൽ ഉണ്ടായിരിക്കും. അവർ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ ആയിരിക്കും അത് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് എക്സ്പേർട്ടുകൾ വരുന്നു. അങ്ങനെ ഓരോ എക്സ്പേർട്ടും അയാളുടെ റെസ്പെക്റ്റീവ് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ കാൻഡിഡേറ്റിനോട് ചോദിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ ഒരു സ്കോർ വരുന്നു. അങ്ങനെ ആ പാനലിൻ്റെ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് എംപ്ലോയീസിനെ അവിടെ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയാണ് ബോർഡ് ഇൻ്റർവ്യൂ. നല്ല വലിയ ജോബിനൊക്കെ ഈ തരത്തിലുള്ള ഇൻ്റർവ്യൂകളാണ് നടക്കാറുള്ളത്. ബോർഡ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. മറ്റൊന്നാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ. അപ്പോൾ ഇവിടെ നോ ഫോർമൽ ആപ്ലിക്കേഷൻ ആൻഡ് കോൾ ലെറ്റർ. അപ്പോൾ മുൻകൂട്ടി ഒരു ആപ്ലിക്കേഷൻ ഫോർമലായിട്ട് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല, കോൾ ലെറ്റർ അയക്കുന്നില്ല. വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്, വാക്ക് ഇൻ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒരു പത്രത്തിലോ മറ്റോ പരസ്യം കൊടുക്കുന്നു, പരസ്യം കാണുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ആളുകളായിട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു. അപ്പോൾ അത് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നടത്തുന്നു. അങ്ങനെ അതിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നവരിൽ നിന്നും ആ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ. പിന്നെ 10th വൺ ഈസ് ക്യാമ്പസ് ഇൻ്റർവ്യൂ. അത് നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും, കൂടുതൽ പറയുന്നില്ല. ക്യാമ്പസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് എക്സിറ്റ് ഇൻ്റർവ്യൂ ആണ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ, എക്സിറ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇത് ഒരു എംപ്ലോയി ഒരു സ്ഥാപനം ലീവ് ചെയ്യുമ്പോൾ അയാൾ വിട്ടു പോകുന്ന സമയത്ത് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് എക്സിറ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ നടത്തുമ്പം 2 ബെനിഫിറ്റാണ് ഉള്ളത്. ഒന്ന്, അദ്ദേഹത്തിന് ആ ഒരു പർട്ടിക്കുലർ ജോബിലുള്ള അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്, അഭിപ്രായം എന്താണ് എന്നുള്ളതും നമുക്കവിടെ കളക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതാണ് എക്സിറ്റ് ഇൻ്റർവ്യൂ. ഒരു സ്ഥാപനം വിട്ടുപോകുമ്പോൾ നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് എക്സിറ്റ് ഇൻ്റർവ്യൂ. ഇനി ഇൻ്റർവ്യൂ ഒരു പ്രോസസ്സാണ്. നമുക്ക് ഇൻ്റർവ്യൂ പ്രോസസ്സാണ് നമ്മൾ മനസ്സിലാക്കി. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ചില സ്റ്റേജസ് ആണ്. ഒന്ന് പ്രിപ്പറേഷൻ ഫോർ ദി ഇൻ്റർവ്യൂ ആണ്. പ്രിപ്പറേഷൻ ഫോർ ദി ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഓർഗനൈസേഷൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. റൂമുകൾ അറേഞ്ച് ചെയ്യണം, അല്ലേ? അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കണം. ഏത് ടൈപ്പ് ഇൻ്റർവ്യൂ ആണ് നമ്മൾ നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഇൻ്റർവ്യൂ ബോർഡിൽ ആരെല്ലാം വേണം എന്നുള്ളതിനെ പറ്റി തീരുമാനമെടുക്കണം. അസസ്മെൻറ്റ് ഓഫ് ഫോംസ്, ഇൻ്റർവ്യൂ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോമുകൾ, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കണം. അതായത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ് ഇൻ്റർവ്യൂ പ്രോസസ്സിൽ. ആൻഡ് രണ്ടാമത്തെ ഒന്ന് വരുന്നത് സെറ്റിംഗ് ആണ്. സെറ്റിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റൂം, അതുപോലെ തന്നെ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മെയിൻ ഇൻ്റർവ്യൂ നടക്കുന്ന റൂം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂസ് വരുന്ന അവർക്ക് വന്നിരിക്കേണ്ടുന്ന വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. അതിൽ പ്രോപ്പർ ഫെസിലിറ്റീസൊക്കെ നമ്മൾ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. ഡ്രിങ്കിങ് വാട്ടർ, ന്യൂസ് പേപ്പർ, മാഗസിൻസ്, അതിന് പ്രോപ്പർ അതുപോലെ വെൻറ്റിലേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഉറപ്പുവരുത്തണം. ഇതാണ് അതിനുള്ള സെറ്റിങ്സ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് കണ്ടക്ട് ഇൻ്റർവ്യൂ. ഇനി മൂന്നാമത് ആ ഇൻ്റർവ്യൂ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാൻഡിഡേറ്റ്സുമായിട്ട് നമ്മളൊരു ഫ്രണ്ട്ലി റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ കളക്ട് ഓൾ നെസസറി ഇൻഫർമേഷൻ, എല്ലാ അത്യാവശ്യം വേണ്ടുന്ന വിവരങ്ങൾ നമ്മൾ കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാവൂ. അതോടൊപ്പം തന്നെ അതിനുശേഷം എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണം. അതിനനുസരിച്ചുകൊണ്ടുള്ള മാർക്സ് നമ്മൾ അവാർഡ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ഫിനിഷിങ് ഓൾ ദീസ് വി ഹാവ് ടു പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വാട്ട് ഈസ് ട്രാൻസ്ഫർ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ
ട്രാൻസ്ഫർ ഷിഫ്റ്റിംഗ് ഓഫ് വൺ പേഴ്സൺ ഫ്രം വൺ ജോബ് ടു അനദർ, അല്ലെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യലാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ സ്റ്റാറ്റസ്, പൊസിഷൻ, ഇൻവോൾവ്മെൻറ്റ്സ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ഇതിലൊന്നും മാറ്റമില്ലാതെ ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുക. ഇത് നമ്മൾ ഓൾറെഡി പിന്നെ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ചാപ്റ്ററിൽ ട്രാൻസ്ഫർ. ഇനി നമുക്കിവിടെ ഉള്ളത് അതിൻ്റെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ആണ്. അതിലൊന്നാണ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ? അപ്പോൾ എക്സസ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സസ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സെൻറ്ററിൽ എക്സസ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ മറ്റൊരു സെൻറ്ററിലേക്ക് നമ്മൾ മാറ്റുന്നു. അതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു വ്യക്തിക്ക് പകരം നമ്മൾ അയാളെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സർവീസ് കുറവുള്ള ആളെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു ബൈ എ പേഴ്സൺ ഹാവിങ് ലോങ് ഇയേഴ്സ് ഓഫ് സർവീസ്. അത്തരം ട്രാൻസ്ഫറിനാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. ആൻഡ് തേർഡ് വൺ ഈസ് വെർസാറ്റിലിറ്റി ട്രാൻസ്ഫർ ഓർ റൊട്ടേഷൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇത് ചെയ്യുന്നത് എല്ലാ ജോബും ഒരു വ്യക്തി പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഡൺ ടു ലേൺ ഓൾ ടൈപ്സ് ഓഫ് വർക്ക്. എല്ലാ ജോലിയും ഒരാൾ പരിചയപ്പെടുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഓൾറൗണ്ടർ വർക്ക് ഫോഴ്സിനെ നമുക്ക് സ്ഥാപനത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഒരു ജോബ് തന്നെ ഒരു വ്യക്തി കുറച്ച് കാലം ചെയ്യുന്നു, ആ വ്യക്തിയെ മറ്റൊരു ജോബിലേക്ക് മാറ്റുന്നു, അങ്ങനെ മറ്റൊരു ജോബിലേക്ക് മാറ്റുന്നു, ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് വെർസാറ്റിലിറ്റി ട്രാൻസ്ഫർ അല്ലെങ്കിൽ റൊട്ടേഷൻ ട്രാൻസ്ഫർ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഷിഫ്റ്റ് ട്രാൻസ്ഫർ. അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഫ്രം വൺ ഷിഫ്റ്റ് ടു അനദർ. ഒരു ഷിഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷിഫ്റ്റിലേക്ക് മാറ്റുകയാണ് ഓൺ ദ സെയിം ടൈപ്പ് ഓഫ് വർക്ക്. ഒരേ ജോലിയായിരിക്കും, പക്ഷേ ഷിഫ്റ്റ് മാറ്റുന്നു. ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിലുള്ള ഒരാളെ നമ്മൾ ഈവനിങ് ഷിഫ്റ്റിലേക്ക് മാറ്റുന്നു. ആൻഡ് ഹീ ഈസ് ഡൂയിങ് ദ സെയിം വർക്ക്. അതിലൊന്നും മാറ്റില്ല. അത്തരം ട്രാൻസ്ഫറിനാണ് നമ്മൾ ഷിഫ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഇനി ഫിഫ്ത്ത് വൺ ഈസ് റെമഡിയൽ ട്രാൻസ്ഫർ. റെമഡിയൽ ട്രാൻസ്ഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയി നിലവിലുള്ള ആ ഒരു ജോലിയിൽ ആൾ കംഫർട്ടബിൾ അല്ല എങ്കിൽ അദ്ദേഹത്തെ നമ്മൾ മറ്റൊരു ജോബിലേക്ക് മാറ്റുന്നു. അതിനാണ് നമ്മളൊരു റെമഡി എന്ന നിലയ്ക്ക് മാറ്റുകയാണ്. അതാണ് റെമഡിയൽ ട്രാൻസ്ഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഇതൊരു കുറച്ചൊരു ലെങ്തി ക്ലാസ് ആയി അല്ലേ? അപ്പോൾ എന്തായാലും ഇത്ര കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്ര നേരം ഇത് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.